ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വാച്ചൂസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബബിൾ മെഷീൻ ആണ്. കുട്ടികളുള്ള വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമ്മ ഇത് ഉണ്ടാക്കിയേക്കണത് വീട്ടിലുള്ള പൊളിഞ്ഞ ടോയ്സിൽ നിന്നാണ് ട്ടാ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ എല്ലാവർക്കും ഈ വാച്ചൂസ് ഗാലറിയിലേക്ക് ഒന്നും കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലൊരു പ്ലെയിൻ ആയിട്ടുള്ള പലകയുടെ പീസാണ് നമുക്ക് വേണ്ടത്. ഇത് അതിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കണ്ടെയ്നർ ബോക്സ് ആണ്. കണ്ടെയ്നർ ബോക്സ് ഇല്ലെങ്കിൽ ഒരു കുപ്പി പകുതി മുറിച്ചെടുത്താലും മതി കേട്ടോ. അതിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ ഇത് അവിടെ ഒട്ടിച്ച് വെക്കണം. ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല കേട്ടോ, ഒട്ടിച്ച് വെക്കാൻ പറ്റിയ എന്ത് പശയാണെങ്കിലും കുഴപ്പമില്ല, ഒട്ടിക്കാം. അടുത്തായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് കേട്ടോ. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ആ കുപ്പി നമുക്ക് ആ കണ്ടെയ്നറിന്റെ ഏകദേശ ഹൈറ്റിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടാ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കുപ്പി ഇതുവരെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അടുത്തായി നമുക്ക് ആ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഇതിവിടെ ഒട്ടിച്ചു വെക്കണം. നമുക്ക് അടുത്തായി ഇതുപോലെ വേണ്ടത് ഒരു 5 വോൾട്ടിന്റെ ഗിയർ മോട്ടറാണ്. എൻ്റെ ഇത് കാച്ചസ് പൊളിച്ചപ്പോ കിട്ടിയതാണ് ഈ മോട്ടർ. അത് ഓൺലൈൻ നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. അടുത്തായി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു CD ഡിസ്ക് ആണ്. നമ്മുടെ സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് CD ഡിസ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ ഹോൾ ഇട്സ് കൊടുക്കാം. ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഡ്രില്ലിൽ നിന്ന് തുറക്കാം. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ എടുക്കാനുള്ള മടി കൊണ്ട് സോൾഡറിംഗ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തുറക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം അവിടെ തുറക്കാൻ വേണ്ടിയിട്ട്. അധികം നമ്മൾ അടുപ്പിച്ച് തുളച്ചു കഴിഞ്ഞാൽ ബബിൾസ് ചിലപ്പോൾ വരൂല. നമ്മൾ സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് തുളച്ചുകൊണ്ട് ഇതുപോലെ ഒരുക്കി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഈ ബ്ലേഡ് വെച്ച് തന്നെ കട്ട് ചെയ്ത് കളയണം. അപ്പൊ നമ്മുടെ ഡിസ്ക് ഇതേപോലെ തന്നെ ഉറച്ച് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ തരിയൊന്നും പാടില്ല, എല്ലാം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം, എന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് ബബിൾസ് കിട്ടുള്ളൂ കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുവരെ ഒരു കുപ്പിയുടെ മൂടിയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിലേക്ക് വെച്ച് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് തന്നെ ഒട്ടിക്കണ്ട്. നമുക്കിത് വിട്ടുപോകാത്ത രീതിയിൽ ഒട്ടിക്കേണ്ടത്, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഒട്ടിക്കണം. ഈ ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ പശ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ല ടൈറ്റ് ആയിട്ട് ഒട്ടിയെന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കുപ്പിയുടെ മൂടി അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് തന്നെ ചെറിയതായിട്ട് അതിന്റെ സെന്റർ, ഏകദേശം സെന്റർ നോക്കിയിട്ട് അതിന്റെ ചെറിയൊരു ഹോൾട്ട് കൊടുക്കുക. നമ്മുടെ ഗിയർ മോട്ടറിന്റെ ഷാഫ്റ്റ് കയറാൻ പാകം നോക്കി ചെറിയൊരു ഹോൾട്ട് കൊടുക്കുക. അടുത്തായി നമ്മുടെ ഗിയർ മോട്ടർ എടുക്കുക. അത് ആ ഷാഫ്റ്റ് അതിലേക്ക് കയറ്റി നിർത്തിയിട്ട് അതിലും ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കണം. അത് നല്ല ടൈറ്റ് ആയിട്ട് ഒട്ടിക്കണം കേട്ടോ. അതും പറഞ്ഞു പോരാൻ പാടില്ല, കറങ്ങാൻ നേരത്ത് വിട്ടു പോകരുത്. പശയൊക്കെ എല്ലാം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ മേലിലേക്ക് നമ്മൾ ഇത് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് നിർത്തണം. അത് നല്ല ടൈറ്റ് ആയിട്ട് ഒട്ടിക്കണം കേട്ടോ. അതും വിട്ടു പോരാത്ത രീതിക്ക് നല്ല പശ ഇട്ട് ഒട്ടിക്കണം. അടുത്ത നോക്കേണ്ട ഇതുപോലൊരു ഫാൻ മോട്ടറാണ് കേട്ടോ. ചെറിയതും 5 വോൾട്ട് തന്നെയാണ്. അതായത് നമുക്ക് ഒരു ചെറിയൊരു ബബിൾ മെഷീൻ ഉണ്ടായിരുന്നു ഇവിടെ, അത് പൊളിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടിയതാണ്. മോട്ടർ നമുക്കിത് ഫാൻ ലീഫ് നേരെ നമുക്ക് ആ ഹോൾസിന്റെ നേരെ കിട്ടുന്ന രീതിക്ക് വെച്ച് ഒട്ടിക്കണം. അടുത്തത് നമുക്ക് വേണ്ടത് 3 AA ബാറ്ററിയാണ്. ആ ബാറ്ററി ഇടാൻ പാകത്തിനുള്ള ഒരു കേസ് ഞാൻ എടുക്കണ്ട കേട്ടാ. ഇതും ആ ബബിൾ മെഷീനിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടാ. നമുക്കിതിൽ ബാറ്ററി ഒക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ആക്കാം.
അടുത്തായി നമ്മൾ ചെയ്യണത് ആ ബാറ്ററി ഷെല്ല് അവിടെ ഒട്ടിച്ചു വെക്കാനുള്ള പരിപാടിയാണ്. ഇതും ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് തന്നെ നമ്മൾ അവിടെ ഒട്ടിച്ചു വെക്കണം കേട്ടോ. അടുത്തായി നമുക്ക് വേണ്ടത് ഒരു സ്വിച്ചാണ്. മെഷീൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനായിട്ട് സ്വിച്ച് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് തന്നെ അവിടെ സെറ്റ് ചെയ്യാം. ഈ സ്വിച്ച് നമുക്ക് എപ്പോഴും ഓൺ ആക്കാനും ഓഫ് ആക്കാനും ആവശ്യമുള്ളതുകൊണ്ട് മിക്കവാറും പറഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. ഗ്ലൂ ഗണ്ണിൽ നമുക്കത് നിൽക്കാൻ സാധ്യതയില്ല കേട്ടോ. തൽക്കാലം നമുക്കത് ഗ്ലൂ ഗണ്ണിൽ തന്നെ പിടിച്ചു നിർത്താം. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് രണ്ട് മോട്ടറിന്റെ വയർ തമ്മിൽ ജോയിന്റ് ചെയ്യുക. പോസിറ്റീവ് നെഗറ്റീവ് നോക്കി ജോയിന്റ് ചെയ്യുക. ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ കൂടി നമ്മൾ ഇതുവരെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ട ഒരു ഷാമ്പാണ്. ഏത് ഷാമ്പു ആണെങ്കിലും എടുക്കാട്ടെ. ഞാനിപ്പോൾ ഇവിടെ ക്ലിനിക് പ്ലസ് ആണ് ഉപയോഗിച്ചേക്കണത്. ഇത് വെള്ളത്തിലേക്ക് കലക്കി എടുക്കണം. നല്ലോണം രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇനി സ്വിച്ച് ഓൺ ആക്കി നോക്കാട്ടെ. അങ്ങനെ നമ്മുടെ പരിപാടി നൈസായിട്ടൊന്ന് പാളിപ്പോണ്ട വെച്ചാൽ വരെ. നമ്മൾ ഉദ്ദേശിച്ചത്ര വോൾട്ട് പോരാ. ഇപ്പൊ നമുക്ക് ഇത്തിരി കൂടി വോൾട്ട് വേണം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഡാറ്റ കേബിൾ എടുക്കുക. ഇതിന്റെ അറ്റം നമുക്ക് കട്ട് ചെയ്താടാം. ബട്ടൺ ചെത്തി നമ്മൾ ഇതേപോലെ രണ്ട് വയർ എടുത്തിട്ടുണ്ട് കേട്ടോ, പോസിറ്റീവ് നെഗറ്റീവ്. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പിടിപ്പിച്ചേക്കണമെങ്കിൽ നമുക്ക് ബാറ്ററി ഷെല്ലിന്റെ ആവശ്യമില്ല. അത് നമുക്ക് കട്ട് ചെയ്യാൻ വേണം കേട്ടോ. അടുത്ത നമ്മുടെ പരിപാടി ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി നമ്മൾ ഇതിന്റെ അകത്തോട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ജോയിന്റ് അടിക്കണം കേട്ടോ. നമ്മൾ അടുത്തായിട്ട് വേണ്ടത് ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ. പവർ ബാങ്ക് 5 വോൾട്ട് ആണ്. നമുക്കത് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം, വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഓണാക്കി നോക്കാം. അടിപൊളി അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ടാ ഗൈസ്.